വെറുതെ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കരുത്. നീ എന്തിനാണ് വെറുതെ നിന്റെ സമയവും നഷ്ടപ്പെടുത്തി നിന്റെ സമ്പത്തും ആരോഗ്യം കളഞ്ഞ് അവൻ്റെ പുറകെ പോകണം? അവൻ നന്നാവില്ല എന്ന് നിനക്കറിയാലോ. ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ്റെ പുറകെ പോകരുത് എന്നുള്ളത്. ചില മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ സുവിശേഷത്തിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ ജീവനെ രക്ഷിക്കാനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്, യോഹന്നാൻ. തെറ്റ് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. പറയുന്ന രാജാവിനോടാണെങ്കിൽ തല പോയില്ലെങ്കിൽ അലസിപ്പോകും. പറഞ്ഞിട്ട് ഒരു ഉപകാരം ഇല്ലാന്ന് അറിഞ്ഞിട്ടും അവൻ്റെ പുറകെ പോയിട്ട് അവനെ തിരുത്താൻ പോകേണ്ട കാര്യമുണ്ടോ? സ്വന്തം കാര്യം നോക്കിയാൽ പോരെ, മറ്റുള്ളവരെ തിരുത്താൻ പോകേണ്ട കാര്യമുണ്ടോ? ഒരു സംശയം ഉണ്ടാകാം. എന്നാൽ ഒരു അടിപൊളി വചനം ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് വായിക്കും. അതിങ്ങനെയാണ്, യാക്കോസ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. ഒരു പാപാവസ്ഥ കഴിയുന്ന മനുഷ്യനെ ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നീ പരിശ്രമിച്ചാൽ നിന്റെ പാപങ്ങൾക്ക് നീ പരിഹാരം ചെയ്യുകയാണ് എന്നുള്ളത് എത്രയോ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും നടന്നോട്ടെ, അത് എൻ്റെ വിഷയമേ അല്ല എന്ന് ചിന്തിക്കാതെ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ചിന്തിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം.